അതിനുശേഷം ഞാൻ അതിൻ്റെ പിറ്റേ ദിവസം ആഷ് കളറിലുള്ള ഒരു ചിത്രശലഭം എൻ്റെ റൂമിൽ വന്നിരുന്നു. അങ്ങനെയൊക്കെ ഒരുപാട്. പേര് അന്ന കൊച്ചുമലയിൽ. ഞാൻ തൃശ്ശൂർ കുണ്ടുകാട് ഇടവകയിൽ നിന്ന് വരുന്നു. ആദ്യമായി തന്നെ 0 മെറിറ്റ് അല്ല, -0 മെറിറ്റിൽ നിന്ന എന്നെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് ജീവനോടെ നിൽക്കുന്ന ഈ അൾത്താരയിൽ വന്ന് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ചതിന് അമ്മ മാതാവിനും ഈശോയ്ക്കും ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് 0 മെറിറ്റാണ്. കാരണം എനിക്ക് കൃപാസനത്തിൽ ഒരിക്കലും വിശ്വാസമുണ്ടായിരുന്നില്ല. മാതാവ് പ്രത്യക്ഷപ്പെട്ടതാണ് ഇവിടെയെന്ന് എനിക്ക് അറിയില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ വന്നത്. പിന്നെ ഇവിടെ എന്തോ ഒരു ധ്യാനകേന്ദ്രം പോലെ മാതാവിൻ്റെ പേര് പറഞ്ഞ് ഇവിടെ എന്തോ ഒരു മ്യൂസിയം നടത്തുന്നു എന്നൊക്കെയായിരുന്നു എൻ്റെ ചിന്ത എനിക്കുണ്ടായിരുന്നത്. എന്നാൽ ഈ കഴിഞ്ഞ 2019 ഞാൻ വിയന്നയിലായിരുന്നപ്പോൾ എനിക്കൊരു ചേച്ചി കൃപാസനപത്രം തന്നതാണ്. പക്ഷേ ഞാനത് നോക്കുകയോ ഒന്നും ചെയ്തില്ല. കാരണം ഇവിടെ വരുന്ന ആൾക്കാർ എന്തോ ഒരു മ്യൂസിയം കാണാൻ വരുന്നു എന്നുള്ള ഒരു ധാരണയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. എന്നാൽ ഈ കഴിഞ്ഞ 2024 ജൂൺ മാസത്തിലാണ് എൻ്റെ അടുത്ത ഒരു ബ്രദർ ഇങ്ങനെ കൃപാസനത്തിലെ സാക്ഷ്യങ്ങളും അച്ഛൻ്റെ ടോക്കുകളൊക്കെ ഷെയർ ചെയ്ത് തന്നു തുടങ്ങി. അപ്പോൾ അത് കേട്ടപ്പോഴാണ് ഞാൻ പറഞ്ഞു, ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയാണല്ലോ മനുഷ്യരവിടെ പോകുന്നതെന്ന്. അപ്പോൾ ആൾ പറഞ്ഞത് നിത്യതയ്ക്ക് വേണ്ടിയാണ്, ഭൗതിക കാര്യത്തിന് വേണ്ടിയാണ് അവർ വരുന്നതെങ്കിലും പിന്നീട് അവർ നിത്യതയ്ക്ക് വേണ്ടി അവർ ജീവിക്കുന്നു. ഉടമ്പടി മരണം വരെ നിത്യതയിൽ ഈശോയുടെ മാതാവിൻ്റെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള സാക്ഷ്യങ്ങളാണ് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞത്. പ്രത്യേകിച്ച് അക്രൈസ്തവരായിട്ടുള്ളവരുടെ സാക്ഷ്യങ്ങളെല്ലാം എനിക്ക് ഒത്തിരി പ്രചോദനം നൽകി. അങ്ങനെ ഞാൻ അച്ഛൻ്റെ ഒരുപാട് ധ്യാനങ്ങൾ കേൾക്കാനും സാക്ഷ്യങ്ങൾ കേൾക്കാനും തുടങ്ങി. അതിനെ ഒത്തിരി അനുതാപത്തിലേക്ക് നയിച്ചു. ഞാൻ ഒരുപാട് കരഞ്ഞു. ആ ഇടയ്ക്ക് അച്ഛൻ ഷെക്കിന ടെലിവിഷന് കൊടുത്ത ഒരു 12ഓളം വീഡിയോസ് കാണാൻ എനിക്കിടയായി. അപ്പോൾ എനിക്ക് കൂടുതൽ അച്ഛൻ്റെ ത്യാഗത്തെക്കുറിച്ചും അതിനെക്കുറിച്ചെല്ലാം അറിഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി എന്താ പറയുക, ഡിവോഷനും അതുപോലെ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ സ്ഥലത്ത് വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായി. പക്ഷെ എനിക്ക് സാധിച്ചില്ല. എന്നാൽ ഈ മാസം ഒക്ടോബർ 26 ജപമാല റാലി ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ എനിക്കതിൽ വന്ന് പങ്കുകൊള്ളാൻ ആഗ്രഹിച്ചു. അങ്ങനെ വളരെ അപ്രതീക്ഷിതമായി അത്ഭുതകരമായി എനിക്ക് വന്ന് ജപമാല റാലിയിൽ മുഴുവനും പങ്കുകൊള്ളാൻ സാധിച്ചു. അതിനുശേഷം ഞാൻ അർത്തുങ്കലിൽ നിന്ന് കൃപാസനത്തിലാണ് ഞങ്ങളുടെ വണ്ടി കിടന്നിരുന്നത്. അപ്പോൾ ഇവിടേക്ക് ഞങ്ങൾ ബസ്സിൽ വരുന്ന സമയത്ത് എൻ്റെ അടുത്ത് വേറെ ആരൊക്കെയോ നിൽക്കുന്നുണ്ടായിരുന്നേ. പക്ഷേ പെട്ടെന്ന് ഒരു നേരത്തെ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ എൻ്റെ അടുത്ത് ആഷ് ചുരിദാറിട്ട ഒരു പെൺകുട്ടി നിൽക്കുന്നു. ഒരു 30-35 ഇയേഴ്സ് പ്രായം തോന്നിക്കും. അപ്പോൾ ആ കുട്ടി എൻ്റെ മുഖത്തേക്കിന് ചിരിച്ച് എന്നോട് ചോദിച്ചോട്ടോ, ഇയാളിവിടെ ആദ്യമായിട്ടാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അതെ, ഞാൻ ആദ്യമായിട്ടാണ്. അപ്പോൾ ഇയാൾ ഉടമ്പടി എടുത്തതാണോ? അപ്പോൾ ഞാൻ പറഞ്ഞു അല്ല. എന്നാൽ ഇയാൾ ഉടമ്പടി എടുക്കണം, കാരണം മാതാവ് അത് ആഗ്രഹിക്കുന്നുണ്ട് ഇയാൾ ഉടമ്പടി എടുക്കാനെന്ന്. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് അസ്വാഭാവികത തോന്നിയില്ല. ഞാൻ ചോദിച്ചു എവിടെ വീടെന്ന് ചോദിച്ചു. പറഞ്ഞാൽ ആലപ്പുഴയാണ്, ഞാൻ കൃപാസനത്തിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു. പിന്നീട് ജപമാല റാലി കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചു ചെന്നപ്പോഴാണ് എന്നെ ഭയങ്കരമായിട്ട് എന്താ പറയുക, ഒരു ഭയങ്കര ദൈവാനുഭവം എനിക്കുണ്ടായി. എൻ്റെ അമ്മയാണല്ലോ എൻ്റെ അടുത്ത് വന്ന് എന്നോട് ഉടമ്പടി എടുക്കാൻ പറഞ്ഞത് എന്ന ചിന്ത എന്നെ മതിച്ചു. അങ്ങനെ ഞാൻ ഒക്ടോബർ 31 ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. എൻ്റെ നിയോഗങ്ങളൊക്കെ എനിക്കൊരു പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, അതായത് ആത്മീയമായ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ നിയോഗം വെച്ചത്. അതായത് ആഗസ്റ്റ് മാസം ലാസ്റ്റ് വീക്കിൽ ഞാനൊരു ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ടു. അമ്മേ, എനിക്കൊരു പരിശുദ്ധാത്മാഭിഷേകം തരണേ, അമ്മയുടെ ഒരു അനുഭവം എനിക്കും തരണേ എന്ന്. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ, അതായത് സെപ്റ്റംബർ 1st വീക്കിൽ ഞാനിങ്ങനെ രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധ അമ്മ എൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്ന ഒരു അനുഭവം എനിക്കുണ്ടായി. ശരിക്കും ഞാൻ കണ്ടില്ലെങ്കിലും മാതാവ് എൻ്റെ അടുത്തുണ്ട്. അങ്ങനെ ഞാൻ ഒരു 2.5 മണിക്കൂറോളം ഞാൻ ഒരുപാട് കരഞ്ഞു പ്രാർത്ഥിച്ചു. അതിൻ്റെ പിറ്റേ ദിവസം ഒരു അസാധാരണമായ വലുപ്പത്തിലുള്ള ഒരു ചിത്രശലഭം എൻ്റെ റൂമിൻ്റെ ജനലിൽ വന്നിരുന്നു. അത് 2-3 ദിവസം അവിടെ ഇരുന്നു. അതിനുശേഷം അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ, അമ്മയുടെ സാന്നിധ്യമാണതെങ്കിൽ ഞാൻ ഇന്ന് പള്ളിയിൽ വരുമ്പോൾ അമ്മ നീല സാരി ഉടുത്ത് നിൽക്കണേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വയനാടാണ് താമസിക്കുന്നത്. അപ്പോൾ അവിടെ നടവായിൽ പള്ളിയിൽ സാരി ഉടുത്ത മാതാവുണ്ട്. അപ്പോൾ ഞാൻ അന്ന് പള്ളിയിൽ പോകാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഞങ്ങളുടെ വണ്ടി കേടായി.
പിറ്റേ ദിവസമാണ് കുർബാനയ്ക്ക് ചെന്നപ്പോൾ മാതാവ് നീല സാരി ഉടുത്ത് നിൽക്കുന്നു. അപ്പോൾ ഞാൻ അവിടുത്തെ ചേച്ചിമാരോട് ചോദിച്ചു, ഇന്നലെ മാതാവ് ഏത് സാരി ഉടുത്തിരുന്നതെന്ന് ചോദിച്ചു. പറഞ്ഞു ഇന്നലെ മാതാവ് പർപ്പിൾ കളർ സാരിയായിരുന്നു എന്ന്. അപ്പോൾ അമ്മയ്ക്ക് എന്നോട്, ഞാൻ അമ്മയുടെ ഈ പ്രത്യക്ഷീകരണത്തിനെ കൃപാസനത്തേക്ക് അവിശ്വസിച്ചെങ്കിലും എന്തുമാത്രം സ്നേഹം എൻ്റെ അമ്മയ്ക്ക് എന്നോടുണ്ടായിരുന്നു എന്നെനിക്ക് മനസ്സിലായി. അതിനുശേഷം ഞാൻ അതിൻ്റെ പിറ്റേ ദിവസം ആഷ് കളറിലുള്ള ഒരു ചിത്രശലഭം എൻ്റെ റൂമിൽ വന്നിരുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് മാതാവിൻ്റെ സാന്നിധ്യം എനിക്ക് അനുഭവിക്കാൻ സാധിച്ചു. മെയിനായിട്ട് ഞാനിപ്പോൾ ഇന്നലെ ഞാൻ രാത്രി വണ്ടി പിടിച്ച് കൃപാസനത്തിൽ വരാൻ കാരണം, ഞാൻ ഡെയിലി ബ്രെഡ് എന്ന അച്ഛൻ്റെ പരിപാടി എല്ലാ ദിവസവും കേട്ട് പ്രാർത്ഥിക്കും. അപ്പോൾ ഇന്നലെ 19-ാം തീയതി അച്ഛൻ പറഞ്ഞിരുന്നു, അതായത് മക്കളെ നിങ്ങൾ 10 മണിക്കൂർ എണ്ണിക്കോ, ഈ സമയത്തിൻ്റെ ഉള്ളിൽ ഒരു അസാധ്യ കാര്യം മാതാവ് നിങ്ങൾക്ക് സാധിച്ചു തരുമെന്ന്. അപ്പോൾ ഞങ്ങൾക്ക് 2009 മുതൽ ഞങ്ങളുടെ പറമ്പിൻ്റെ ആധാരം ബാങ്കിലാണ്. അത് അടയ്ക്കാൻ ഞങ്ങൾ സാധിക്കാത്തത് കൊണ്ട് ഇപ്പോൾ കുറേ പലിശ ഞങ്ങൾ അടച്ചു. എങ്കിലും ഞങ്ങൾക്കത് മുഴുവൻ അടയ്ക്കാൻ സാധിക്കാത്തത്, ഞങ്ങളുടെ പറമ്പ് ഒരു ശവക്കോട്ടയുടെ അടുത്താണ്, CSI പള്ളിയുടെ. ആ പള്ളിക്കാരാണെങ്കിൽ ഞങ്ങൾക്ക് വഴി തരാതെ അവിടെ മതിൽ കെട്ടി, പിന്നെ അതിൻ്റെ ഇപ്പുറത്തെ വീട്ടുകാർ ഞങ്ങൾക്ക് വഴി തരാത്ത പോലെ അവർ വീട് വെച്ചു. അപ്പോൾ അതുകൊണ്ട് ആ സ്ഥലം വിറ്റ് പോവുക എന്നുള്ളത് സാധിക്കാത്തൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് പൈസ അടയ്ക്കാൻ ബാങ്കിൽ ലോൺ അടയ്ക്കാൻ സാധിച്ചില്ല. അങ്ങനെ ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വീണ്ടും ജപ്തി നോട്ടീസ് വരുന്നു. 5-ാം തീയതി, ഈ ഫെബ്രുവരി 5-ാം തീയതി എൻ്റെ അമ്മേനെ അദാലത്തിന് വിളിച്ചു. അപ്പോൾ അമ്മ അദാലത്തിന് പോയപ്പോഴൊക്കെ ഞാനും മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു, ഇന്ന് 20-ാം തീയതിക്ക് 67,000 രൂപ പലിശ അടയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജപ്തി ഒഴിവാക്കി തരാമെന്ന് പറഞ്ഞു. പക്ഷേ 67,000 രൂപ ഞങ്ങളുടെ കയ്യിലില്ല. അപ്പോൾ ഞങ്ങൾ പലരോടും ചോദിച്ചു. എന്നാൽ തരാമെന്ന് പറഞ്ഞ പലരും പിന്നെ തരാൻ പറ്റില്ല എന്നുള്ള ഒരു നിഗമനത്തിലാണ് എത്തിയത്. അങ്ങനെ ഇരിക്കുമ്പോൾ അതാണ് ഇന്നലത്തെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡിൽ അച്ഛൻ പറഞ്ഞത്, മക്കളെ 10 മണിക്കൂറിനുള്ളിൽ ഒരത്ഭുതം മാതാവ് നടത്തുന്നു. അപ്പം ഞാനത് വിശ്വസിച്ച് ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മേ, അതിനു മുമ്പ് ഈ കഴിഞ്ഞ ഞായറാഴ്ച എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, ടെൻഷൻ കൊണ്ടല്ല, എന്തോ. അപ്പോൾ എനിക്ക് തോന്നി ജപമാല ചൊല്ലാൻ. അപ്പോൾ ഞാൻ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ആരോ പറയുന്നു, നീ ഒരു ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇടുന്നു. അപ്പോൾ ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റിൽ ഇങ്ങനെ എഴുതി, അമ്മേ, 20-ാം തീയതി ആണല്ലോ, 2 ദിവസം കഴിഞ്ഞാൽ 67,000 രൂപ കിട്ടിയിട്ടില്ലല്ലോ അമ്മേ എന്ന് ഞാനിങ്ങനെ പറഞ്ഞു. അതിനുശേഷമാണ് അച്ഛൻ്റെ ഈ ഇന്നലത്തെ ഡെയിലി ബ്രെഡിൽ അച്ഛൻ ഇങ്ങനെ 10 മണിക്കൂറിൻ്റെ കാര്യം പറഞ്ഞത്. അപ്പോൾ ആ സമയത്ത് ഇന്നലെ അപ്പം ഞാനിങ്ങനെ മണിക്കൂർ എണ്ണുമായിരുന്നു. അതായത് 5:30 തൊട്ട് 6:30, 7:30, 8:30, അങ്ങനെ ഒരു ഉച്ചയ്ക്ക് 3:30 സമയമാകുമ്പോഴേക്കും 10 മണിക്കൂർ ആവുമല്ലോ എന്ന് അങ്ങനെ പറഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. അതായത് പണ്ടെങ്ങോ എനിക്ക് അത്ര പരിചയം ഇല്ലാത്ത ഒരു ചേച്ചി, ആ ചേച്ചിയുടെ അടുത്ത് ഈ ജപ്തി നടപടി തുടങ്ങണമെങ്കിൽ ഒരു 2-3 മാസം മുൻപ് ഞാനിങ്ങനെ ചേച്ചിയോട് വെറുതെ ഇങ്ങനെ പറഞ്ഞിരുന്നു, ചേച്ചി ഇങ്ങനെ ഞങ്ങൾക്ക് ജപ്തി വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു. അപ്പോൾ ആ ചേച്ചി എനിക്ക് ഇന്നലെ 8 മണി നേരത്തെ എൻ്റെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ വന്നു, 1,11,000 രൂപ ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിരിക്കുന്നു. അത് മാതാവിൻ്റെ ഭയങ്കര അത്ഭുതം. അപ്പം തന്നെ ഞാൻ അതിൽ നിന്ന് 11,000 രൂപ ഞങ്ങൾ പാവപ്പെട്ട രോഗികൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. എല്ലാ ഞായറാഴ്ചയും ഒരു 40-45 പൊതി ഞങ്ങൾ തന്നെ വെച്ച് പൊതിച്ചോറായി കൊടുക്കുന്നതാണ്. അതുപോലെ അങ്ങനെ പാവപ്പെട്ട രോഗികൾക്ക് ഭക്ഷണം കൊടുക്കാനുള്ള ഇതിലേക്ക് 11,000 രൂപ കൊടുത്തു. ഇന്ന് ഞാൻ രാവിലെ വന്ന വഴി 10 കെട്ട് കൃപാസന പത്രം വാങ്ങി എല്ലാവർക്കും കൊടുക്കാനായിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ പ്രേക്ഷിത വില എന്ന് പറയുന്നത്, എനിക്ക് ആദ്യമൊക്കെ പത്രം കൊടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയിരുന്നു ഉടമ്പടി എടുത്ത സമയത്ത്, ഒരു കെട്ട് പത്രം. പിന്നീട് ഞാൻ പിന്നത്തെ മാസങ്ങളിലെല്ലാം വന്ന് 2-3 കെട്ട് പത്രങ്ങൾ വാങ്ങി ഒരു മടിയും കൂടാതെ ബസ് സ്റ്റാൻഡുകളിലും കടകളിലും അതുപോലെ തന്നെ മെയിനായിട്ട് ഞാൻ ഹിന്ദുസിനാണ് കൊടുക്കുക. ഈശോനെക്കുറിച്ച് കൃപാസനത്തെക്കുറിച്ച് അറിയില്ലാത്ത ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കും. പിന്നെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കാൻ പറയും. അങ്ങനെ
കഴിഞ്ഞ പ്രാവശ്യം ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ 6 അക്രൈസ്തവരെ കൊണ്ടുവന്ന് ഉടമ്പടി എടുത്തു. പിന്നെ എൻ്റെ കാരുണ്യപ്രവൃത്തികൾ ഞാൻ ആദ്യം തുടങ്ങിയത് ധർമ്മക്കാർക്ക് എൻ്റെ പൈസ ഇല്ലാത്തത് കൊണ്ട് ധർമ്മക്കാർക്ക് ഞാൻ ഇങ്ങനെ പൊതിച്ചോറ് വാങ്ങി പാഴ്സൽ വാങ്ങി കൊടുക്കുമായിരുന്നു. അതിനുശേഷം ആണ് ഇവിടെ സാക്ഷ്യങ്ങളിലൊക്കെ കേട്ടതനുസരിച്ച് ഞാൻ ഈ ഓൾഡ് ഏജ് ഹോമിൽ പോയി അവരുടെ തുണികൾ അലക്കി കൊടുക്കുക, അതുപോലെ തന്നെ നഖം വെട്ടി കൊടുക്കുക, അവരോട് സംസാരിക്കുക, അവർക്ക് ശുശ്രൂഷ ചെയ്ത് കൊടുക്കുക. അങ്ങനെ നോളജ് ഹോമിൽ പോയി താമസിച്ച് അവർക്ക് ശുശ്രൂഷ ചെയ്തു കൊടുത്തിരുന്നു. അങ്ങനെ ഒരു സമയത്ത് ഞാൻ ഓൾഡ് ഏജ് ഹോമിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വെള്ളിയാഴ്ച ഞാനിങ്ങനെ പള്ളിയിൽ കുർബാനയ്ക്ക് പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ അനിയൻ്റെ ഭാര്യേനെയും പെട്ടെന്ന് ഇങ്ങനെ ഓർമ്മ വന്നു. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി കുറേ കരഞ്ഞു പ്രാർത്ഥിച്ചു. അന്ന് വൈകുന്നേരം എൻ്റെ ഹൃദയത്തിൽ നിന്ന് ആരോ പറഞ്ഞു അവർക്ക് വേണ്ടി ഒരു ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇടുന്നു. അപ്പോൾ ഞാനൊരു ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് അവർക്ക് വേണ്ടി ഇട്ടു. അതൊരു വെള്ളിയാഴ്ചയായിരുന്നു. ശനി ഞായറാഴ്ച രാവിലെ ഒരു 8 മണി സമയത്ത് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എൻ്റെ അനിയൻ്റെ വണ്ടിയൊന്നും മുറ്റത്തുണ്ടായിരുന്നില്ല. എന്നാൽ എൻ്റെ നാത്തൂൻ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. അതായത് 2-3 പേര് പിടിച്ചാൽ വട്ടെത്താത്തത്ര വലിപ്പമുള്ള വലിയൊരു മരം അവരുടെ വീടിൻ്റെ മുകളിലേക്ക് വീണ് വന്നു. പക്ഷേ ഒരു ചെറിയൊരു മരത്തിന്മേൽ തട്ടി അത് അപ്പുറത്തെ സൈഡിലേക്ക് വീണു. അത് കണ്ടു കഴിഞ്ഞാൽ എന്താ പറയുക, എന്തോ ഒരു ഭയങ്കര അത്ഭുതമാണെന്നുള്ളത് എല്ലാവർക്കും അറിയും. കാരണം വീടിൻ്റെ ചുറ്റും വലിയ വലിയ മരത്തിൻ്റെ കഷ്ണങ്ങൾ കിടക്കുക, പക്ഷേ വീടിന് മാത്രം ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ അത് അമ്മ മാതാവിൻ്റെ വലിയ അനുഗ്രഹമാണ്. ഞാൻ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഇവിടെ വന്നിരുന്നു. ഇവിടെ വന്ന് അമ്മയോട് നന്ദി പറഞ്ഞ് കൃപാസനപത്രം വാങ്ങിപ്പോയി. പിന്നെ ഞാൻ ഈ ഓൾഡ് ഏജ് ഹോമിൽ പോണ സമയത്ത് അവിടെ ഈ പഴയ പത്രങ്ങളൊക്കെ വായിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരിക്കും. അതെല്ലാം ഞാൻ കളക്ട് ചെയ്ത് കൊണ്ടു കൊടുക്കും. പിന്നെ ആരെങ്കിലും ഇങ്ങനെ കൊടുക്കാണ്ട് എവിടെയെങ്കിലും വെച്ചിരിക്കുന്ന പത്രങ്ങളെല്ലാം എടുത്തുകൊണ്ട് കൊടുക്കാറുണ്ട്. പിന്നെ ഇപ്പം ഞങ്ങൾ ഒരു ചെറിയൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എല്ലാ ഞായറാഴ്ചയും പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടിയിട്ട് പൊതിച്ചോറ് കൊടുക്കും. ഇതൊക്കെയാണ് ഞങ്ങൾ ചെയ്യുന്ന പ്രേക്ഷിത വേല. പിന്നെ പ്രേക്ഷിത വേല ഞങ്ങളിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എൻ്റെ വീട്ടിൽ UKG പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട്. അവനായാലും എവിടെയെങ്കിലും പത്രങ്ങൾ കിടക്കണ കണ്ടാൽ അവനത് വേഗം എടുത്തുകൊണ്ട് വന്നിട്ട് ഹിന്ദുക്കൾക്ക് തന്നെ അവൻ തന്നെ കൊടുക്കും. പിന്നെ ഞങ്ങളറിയാതെ അവൻ വീട്ടിൽ നിന്ന് പത്രം എടുത്ത് ബാഗിൽ വെച്ച് സ്കൂളിൽ കൊണ്ടുപോയി ടീച്ചേഴ്സിന് കൊടുക്കും. അപ്പോൾ ടീച്ചേഴ്സിനോട് നിങ്ങൾ കൃപാസന മാതാവിൻ്റെ അടുത്ത് പോയി ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞ് ആണ് ആ കുട്ടി കൊടുക്കുക. അതും അങ്ങനെ അത്രയും വലിയൊരു അനുഗ്രഹം അമ്മ ഞങ്ങളുടെ കുടുംബത്തിന് ചെയ്തു തന്നു. അപ്പോൾ എല്ലാത്തിനും പരിശുദ്ധ അമ്മയ്ക്കും യേശുക്കും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവത്തിരുനാമം മഹത്വപ്പെടട്ടെ.